നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. വിശ്വാസം വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഇതൊക്കെ അന്ധവിശ്വാസമാണ്. ഇതിനൊക്കെ വളം വെച്ച് കൊടുക്കുന്നത് ഏട്ടനാ. പാറുവിന് കുറ്റം പറയണ്ടമ്മേ. അച്ഛന്റെ കാര്യത്തിൽ ആ ജോലിസിൽ പറഞ്ഞ കയറ്റിറക്കങ്ങളെല്ലാം കൃത്യമായിട്ട് നടന്നില്ലേ? അതുകൊണ്ടാ പാറുവിന് അദ്ദേഹത്തെ ഇത്രയും വിശ്വാസം. ഏട്ടന്റെ ജാതകത്തിലെ ദോഷത്തിന്റെ കാര്യം എല്ലാ ജോത്സ്യന്മാരും പറഞ്ഞതല്ലേ? ഏട്ടത്തിന്റെ ജാതകം ഏട്ടന് കറക്റ്റ് ആണെന്ന് ആന്റി കാണിച്ച ജോത്സ്യന്മാരെ സമ്മതിച്ചതല്ലേ? ഓ, പക്ഷേ അവളുടെ ജാതകം മാത്രമേ കറക്റ്റ് ആവൂന്ന് ആരും പറഞ്ഞിട്ടില്ല. ദീർഘസുമംഗലി യോഗവും വ്യാഴത്തിന്റെ ശക്തിയും ജാതകത്തിൽ പറയുന്ന ആയിരക്കണക്കിന് പെൺകുട്ടികൾ ഈ ലോകത്തുണ്ട്. അതിൽ നിന്ന് ഈ ദരിദ്രവാസിയെ മാത്രമാണ് നമുക്ക് കിട്ടിയത്. അതിന് കാരണക്കാരൻ ഈ വിവരം കേട്ട ജോത്സ്യൻ തന്നെയാ. നടന്നത് നടന്നു. ഇനി അതിന്റെ പേരിൽ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട. പാറുവിന്റെ ഇഷ്ടം പോലെ പൂജകളും വഴിപാടുകളും ഒക്കെ നടക്കട്ടെ അമ്മേ. ആ, അമ്മയുടെ ഗൗതം അല്ലേ പറയുന്നേ? ഒന്നും എതിർക്കരുത്, സഹകരിക്കണം പ്ലീസ്. നീ എന്നെ സമാധാനിപ്പിച്ചോളൂ എന്ന് ഏട്ടത്തിക്ക് അറിയാം. അതുകൊണ്ടാ ഏട്ടത്തി ഇത്രയും വഷളായത്. എങ്കിൽ ഞാൻ പാറുവിന്റെ അടുത്തേക്ക് പോട്ടെ. ശരി, ചെല്ല്. നടക്ക. ശിവാനി എന്നെ ചതിച്ചത് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലടാ, മറക്കാൻ പറ്റുന്നില്ല. എന്തായാലും നിന്റെ ഫോണ് പോയല്ലോ. ശിവാനിയുടെ കസിനോട് ഒന്നുകൂടി റിക്വസ്റ്റ് ചെയ്താലോ? ഫോൺ തിരിച്ചിട്ടിയാൽ ഗൗതമിനെ ആ ഫോട്ടോസ് കാണിച്ച് കല്യാണം മുടക്കാലോ. ചോദിച്ചിട്ട് കാര്യമില്ല, നിധി ഫോൺ തിരിച്ചു തരില്ല. എങ്കിൽ നമുക്ക് പോലീസിൽ പരാതി കൊടുക്കാം.